റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി നിയമിച്ചതിന് പിന്നാലെ പി ജയരാജൻ നടത്തിയ പ്രതികരണം അത് ശ്രദ്ധേയമായിരുന്നു, വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ പി ജയരാജൻ തന്നെ തൻ്റെ പ്രതികരണത്തിൽ വ്യക്തത വരുത്തുകയാണ്. പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വിഭിന്നമായൊരു നിലപാട് താൻ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പി ജയരാജൻ പറയുന്നത്. തൻ്റെ പ്രതികരണത്തെ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പി ജയരാജൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖരന് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് പാലക്കാട് പറഞ്ഞത് തന്നെയാണ് തനിക്ക് പറയാനുള്ളത് എന്നായിരുന്നു പി ജയരാജന്റെ മറുപടി. റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ ഭാഗമാണെന്നായിരുന്നു പാലക്കാട്ടെ പി ജയരാജന്റെ പ്രതികരണം. DGP നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണ് എന്നുകൂടി അന്ന് ജയരാജൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ റവാഡയെ പിന്തുണച്ചപ്പോൾ പി ജയരാജന്റെ നിലപാട് വ്യത്യസ്തമായി. മന്ത്രിസഭാ യോഗ തീരുമാനത്തെ എതിർത്തുവന്ന രീതിയിൽ മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തിയെന്ന് പറയുമ്പോഴും റവാഡ ചന്ദ്രശേഖരനെ പിന്തുണക്കാൻ പി ജയരാജൻ ഇന്നും തയ്യാറായില്ല. ഞാൻ കൃത്യമായിട്ട് റവാഡ ചന്ദ്രശേഖരനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ആ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ടെ മാധ്യമപ്രവർത്തകന്മാരുടെ ചോദ്യത്തിന് ഞാൻ എന്താണോ മറുപടി നൽകിയത് അതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുമല്ലോ. അതിന് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. DYFIയിലൊക്കെ ഭയങ്കര ആവേശം ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ. അതേസമയം പോലീസ് മേധാവി നിയമനത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ആശയക്കുഴപ്പമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സോഷ്യൽ മീഡിയയിൽ പലതും പിന്തുണയും കിട്ടും. പക്ഷേ പി ജയരാജൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതും എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. ഇവിടെയോ അവ്യക്തത വന്നിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞോളൂ. ഏത് അവ്യക്തതയാണ് വന്നത് എന്ന് പറഞ്ഞാൽ കോടതി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ കയറി വല്ലാ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? PJ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഒട്ടും കൺഫ്യൂഷനും ഇല്ല. ഇപ്പോഴാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, തീർന്നില്ല. സർക്കാർ നിലപാടിനെ നേതാക്കൾ പിന്തുണക്കുമ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായി അണികളെ ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. 24 കണ്ണൂർ.